നമ്മെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ധന്യമായ നിമിഷമാണ്. മലയാളികൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് പ്രിയപ്പെട്ട വിനു വി ജോണിൻ്റേത്. നേരോടെ, നിർഭയം, നിരന്തരം, ഭയരഹിതനായി സാമൂഹിക പ്രശ്നങ്ങളെ അപഗ്രഥിക്കുവാനും വിശകലനം ചെയ്യുവാനും അവതരിപ്പിക്കുവാനും പ്രിയപ്പെട്ട വിനു വി ജോണിന് ദൈവം കൊടുത്ത വരദാനം അതുല്യമാണ്. നമ്മുടെ കൊടുമൺ സെന്റ് ബെഹനാൻസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഇടവകാംഗമാണ്. വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനം, OBBS, യുവജന പ്രസ്ഥാനം തുടങ്ങിയ ആധ്യാത്മിക സംഘടനകളിൽ സജീവമായ പങ്കാളിത്തമാണ് പ്രിയപ്പെട്ട വിനു വി ജോണിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം മാധ്യമരംഗത്തെ അതുല്യ സ്ഥാനമാണ് വഹിക്കുന്നത്. വളരെ പ്രശസ്തമായ ഏഷ്യാനെറ്റ് ടെലിവിഷൻ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2002 മുതൽ ഏഷ്യാനെറ്റിലുണ്ട്. എന്നാൽ 3 പതിറ്റാണ്ട് കാലമായി മാധ്യമരംഗത്ത് വാർത്താ വിശകലനങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സൂക്ഷ്മ നിരീക്ഷണ പാഠവും പ്രിയപ്പെട്ട വിനു വി ജോൺ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടർ എന്ന നിലയിൽ, എഡിറ്റർ എന്ന നിലയിൽ, ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയിൽ സ്തുത്യർഹമായ സേവനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. MA ബിരുദധാരി, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ജേർണലിസം, LLB ബിരുദം, ഇങ്ങനെ നിരവധി വിദ്യാഭ്യാസത്തിന്റെ ഉന്നതമായ തലങ്ങൾ കീഴടക്കിയാണ് ഇന്ന് വാർത്താ വിനിമയ അവതരണ രംഗത്ത് അദ്ദേഹം പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 8 മണിക്ക് ന്യൂസ് അവർ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു 3 കോടി ജനങ്ങളും ലോക മുഴുവനും ശ്രദ്ധിക്കുന്ന ശബ്ദമാണ് പ്രിയപ്പെട്ട വിനു വി ജോണിൻ്റേത്. ന്യൂസ് അവർ ഡിബേറ്റ് ഷോ 8000 എപ്പിസോഡാണ് കഴിഞ്ഞിരിക്കുന്നത്. അപൂർവമായ സാന്നിധ്യവും നേതൃത്വവുമാണ് പ്രിയപ്പെട്ട വിനു വി ജോൺ അവതരിപ്പിക്കുന്നത്. 8000-ലധികം എപ്പിസോഡുകൾ നിരന്തരമായി അനസ്യൂതം അവതരിപ്പിക്കുവാൻ ഈ പ്രിയപ്പെട്ട മകന് കഴിയുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ ചാനലിന്റെ ആ അവതരണം തന്നെ നമുക്കറിയാം. ഞാനത് പറയും, വിമർശനം, വിവാദം, വിശകലനം. അതാണ് പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്ന ഏഷ്യാനെറ്റിലെ ന്യൂസ് അവർ. എല്ലാ മാധ്യമങ്ങൾക്കും അതിൻ്റെതായ അജണ്ടയുണ്ട്. അജണ്ട അവർ സെറ്റ് ചെയ്യും. അജണ്ട സെറ്റിംഗ് അനുസരിച്ചാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നത്. അതൊരു മാധ്യമം മാത്രമല്ല, പത്രമാധ്യമമായാലും ടെലിവിഷൻ ചാനലുകളായാലും സാമൂഹ്യ മാധ്യമങ്ങളായാലും അതിനെല്ലാം ഒരു പർട്ടിക്കുലർ അജണ്ട കാണും. ചിലപ്പോൾ രാഷ്ട്രീയ അജണ്ടയായിരിക്കാം, അല്ലെങ്കിൽ സാമൂഹ്യപരമായ അജണ്ടയായിരിക്കാം. അതനുസരിച്ച് അത് ചെയ്യും. എന്തായാലും ഏഷ്യാനെറ്റിൽ വളരെ കൃത്യമായി പ്രിയപ്പെട്ട വിനു വി ജോൺ നിർഭയം ഈ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും കാതോർത്ത് പ്രായഭേദമന്യേ ഈ ന്യൂസ് അവറിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട വിനു വി ജോണിന് ഭയമോ പക്ഷാപാതമോ ഇല്ല. അതെനിക്ക് കൃത്യമായിട്ടറിയാം. നിരന്തരം നിർഭയം മാധ്യമ പ്രവർത്തനം അദ്ദേഹം നടത്തുകയാണ്. ധീരവും ഭയരഹിതവുമായ മാധ്യമ പ്രവർത്തനമാണ് പ്രിയ വിനു വി ജോണിൻ്റേത്. ഇത് മലയാളി സമൂഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുമ്പോൾ അവാർഡുകൾക്കോ പ്രശംസാപത്രങ്ങൾക്കോ പിന്നാലെ അദ്ദേഹം പോകാറില്ല, പ്രോഗ്രാമുകൾ സ്വീകരിക്കാറില്ല. മലയാളി സമൂഹം, പ്രത്യേകിച്ച് ഗ്രിഗോറിയൻ പ്രഭാഷണ പരമ്പര തിരുമേനിയുടെ മധ്യസ്ഥതയിലാണ് ഇന്ന് പ്രിയപ്പെട്ട വിനു വി ജോൺ ഈ പ്രഭാഷണം സ്വീകരിക്കുകയും നമ്മുടെ മുന്നിൽ പ്രഭാഷണത്തിനായിട്ട് എത്തിച്ചേരുകയും ചെയ്യുകയാണ്. നേരെ നയിച്ച 30 വർഷമാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റ് മലയാളികളുടെ ആത്മബന്ധമാണ്. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, നേരോടെ, നിർഭയം, നിരന്തരം സംവാദം അവതരിപ്പിക്കുന്ന പ്രഗത്ഭനാണ് പ്രിയപ്പെട്ട വിനു വി ജോൺ. ഇന്നിവിടെ എത്തിയിരിക്കുന്നത് സകുടുംബമാണ്.
മാതാവുണ്ട്. സഹധർമ്മിണി സിബി ചെറിയാൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. 2 മക്കളെ ദൈവം ദാനമായി കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ ബിരുദ വിദ്യാർത്ഥിയായ യമി, 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രിയപ്പെട്ട എലീസ, ഇവരെല്ലാം ഒരുമിച്ച് സകുടുംബം ഗ്രിഗോറിയൻ പ്രഭാഷണത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മലയാളികളുടെയും പേരിൽ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പേരിൽ, പരുമല സെമിനാരിയുടെ പേരിൽ, ഗ്രിഗോറിയൻ പ്രഭാഷണ പരമ്പരയുടെ പേരിൽ വളരെ ആദരപൂർവം, ഹൃദയപൂർവം നമ്മുടെ പ്രിയങ്കരനായ മാധ്യമപ്രവർത്തകൻ, ഏഷ്യാനെറ്റ് ടെലിവിഷൻ ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രിയപ്പെട്ട വിനു വി ജോണിനെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്.